ഷേക്സ്പിയർ ശരിക്കും രക്ഷപ്പെടുത്തി. ഇത്തവണ ആറാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ആറാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഈ തുക ഇതേപോലെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിപക്ഷവും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. കാരണം ഏഴാമത്തെ ചോദ്യം അത്ര സിമ്പിൾ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ ഓക്കെ ഓൾറൈറ്റ്. നമ്മുടെ പ്രേക്ഷകർ, ലെറ്റ് മീ കം ബാക്ക് ടു യു. എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ? നിങ്ങളുടെ ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഓപ്ഷൻ എ തെങ്ങ്, ഓപ്ഷൻ ബി ഈട്ടി, ഓപ്ഷൻ സി കവുങ്ങ് ആൻഡ് ഓപ്ഷൻ ഡി പന. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത്? ഓപ്ഷൻസ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഓപ്ഷൻ എ തെങ്ങ്, ഓപ്ഷൻ ബി ഈട്ടി, ഓപ്ഷൻ സി കവുങ്ങ് ആൻഡ് ഓപ്ഷൻ ഡി പന. SMS ഐക്കന്റെ ഫോർമാറ്റ് ഇതാണ്: AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങളുടെ സ്ഥലം. SMS ഐക്കന്റെ നമ്പർ 58585. നാളെ ഉച്ച 12 മണി വരെ നിങ്ങൾക്ക് SMS അയക്കാൻ സമയമുണ്ട്. സോ പ്ലീസ് സെൻഡ് ഇൻ യുവർ SMS സൂൺ. വിജയികളെ തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ നെക്സ്റ്റ് ഡേ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ദ വെബ്സൈറ്റ് അഡ്രസ് ഇസ് www.sunnetwork.in/1crore. നിങ്ങൾക്കും ഈ ഗെയിം ഷോയിൽ കയ്യിൽ ഒരു കോടിയിൽ ഒരു ഭാഗമാവാം. ഓൾ യു ഹാവ് ടു ഡു ഇസ് പതിവായി നമ്മുടെ എല്ലാ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം SMS അയക്കുക. നാളെ ഒരു പക്ഷേ ഈ 1 കോടി കൊണ്ടുപോകുന്നത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ചാൻസ് ലഭിച്ചേക്കാം. ഓൾറൈറ്റ്. ആറാമത്തെ ചോദ്യം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോബിയും ജിനുവും ഇപ്പോഴും നെർവസ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഗെയിം പൊസിഷൻ നോക്കാം. ഓൾറൈറ്റ്, ഡോണ്ട് ബി നെർവസ്, റിലാക്സ്. 2 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. 6th ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഈ amount സുരക്ഷിതമാക്കി വെച്ചാൽ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇതേപോലെ നിങ്ങൾക്ക് ജയിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്, ആറാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് എന്താണെന്ന് നോക്കാം. ജില്ലകൾ, സംഗീതം. ജില്ലകൾ എടുക്കാം. ജില്ലകൾ മതി. ജില്ലകൾ. ആൻസർ ഓപ്ഷൻസ്: തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം. ചോദ്യം: 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജനനിബിഡമായ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും: തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. ആലോചിച്ച് തീരുമാനിക്കൂ. കാരണം 40 seconds remaining. കൺഫ്യൂഷൻ ആക്കല്. മലപ്പുറമാണ്. ഉറപ്പിച്ചു. ഒരു തരം. ടൈമർ സ്റ്റോപ്പ് ചെയ്യണോ? ആലോചിക്കാൻ സമയമുണ്ട്. സ്റ്റോപ്പ് ചെയ്യട്ടെ? ടൈമർ സ്റ്റോപ്പ് ചെയ്യാം. കോൺഫിഡന്റ് ആണ്? No problem. Come on. 10, 9. സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജനനിബിഡമായ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ: തിരുവനന്തപുരത്തിൽ ഒന്നുമില്ല, കോഴിക്കോടിൽ ഒന്നുമില്ല, മലപ്പുറം 2 ലക്ഷം. 30 seconds ക്വിക്ക് ചേഞ്ച് ഇപ്പോഴും കയ്യിലുണ്ട്. അവസാനത്തെ അവസരമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റിയ. വേണ്ട. ഷുവറാണ്? വളരെ കോൺഫിഡന്റ് ആയിട്ട് മലപ്പുറത്തിന്റെ മോൾ 2 lakhs വെച്ചിരിക്കുകയാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ട്രംപ് കാർഡാണ് ആ 2 ലക്ഷം. ഇറ്റ് ബെറ്റർ വർക്ക് ഫോർ യു. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. തിരുവനന്തപുരം എന്ന ഓപ്ഷനിലും കോഴിക്കോട് എന്ന ഓപ്ഷനിലും വെക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, പക്ഷെ വളരെ കോൺഫിഡന്റ് ആണ് ടോബിയും ജിനുവും. മലപ്പുറം 2 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്?
പറയാൻ സമയമായിട്ടില്ല. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ. കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ. കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ഈ 2 ലക്ഷം രൂപ സുരക്ഷിതമാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. 6ാമത്തെ ചോദ്യം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജനനിബിഡമായ ജില്ല ഏത് എന്ന ചോദ്യത്തിന് തിരുവനന്തപുരം ഒന്നുമില്ല, കോഴിക്കോടിൽ ഒന്നുമില്ല, മലപ്പുറത്താണ് 2 ലക്ഷം വെച്ചിട്ടുള്ളത്. ആൻഡ് രണ്ടുപേരും വളരെ കോൺഫിഡൻറ്റുമാണ്. Alright, step up. മലപ്പുറം 2 ലക്ഷം. Top or drop? ചക്ക വീണു, പൈസ കിട്ടി. ഇല്ല, ഇതറിയായിരുന്നു. കോൺഫിഡന്റ് ആയിരുന്നു. അല്ല, നിങ്ങൾ 2 ലക്ഷവുമായിട്ട് ഇത്രയും 6ാമത്തെ ചോദ്യം മാത്രമല്ല 7ാമത്തെ ചോദ്യം വരെ നിങ്ങൾ ആ ഒരു ബണ്ടിൽ കൊണ്ട് മാത്രം വന്നിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? എന്ത് തോന്നി ഈ 2 ലക്ഷം രൂപ? ഇപ്പം ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭാഗ്യമുണ്ട്, ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് മനസ്സിലായി. നോക്കാം, ഈ 2 ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുപോകുമോ ഇല്ലയോ? നമുക്ക് അടുത്ത ചോദ്യത്തിൽ നോക്കാം. ബിഫോർ 7th question, പൊസിഷൻ. 6 questions, 6 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ചോദ്യമേ ഇനി ബാക്കിയുള്ളൂ. 2 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. ഗുഡ് ന്യൂസ് ഉണ്ട്, ഞാൻ കുറച്ചും കൂടെ ഗെയിം എളുപ്പമാക്കാൻ പോവാണ്. ഒരു ആൻസർ ഓപ്ഷനും കൂടെ കട്ട്. താങ്ക് യു. ഇനി അതോ ഇത്, ഇനി ഇത് ഓർ ഇത്, അങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അറിയുന്ന ഒരു ചോദ്യം തന്നെ കിട്ടണം എന്ന് പ്രാർത്ഥിക്കൂ. 7ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ഇതാണ്. പുസ്തകങ്ങൾ, ക്രിക്കറ്റ്. ക്രിക്കറ്റ് ABCD എനിക്കറിയത്തില്ല. പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പുസ്തകങ്ങള് ബാലരമ, കളിക്കൊടുക്ക, എന്ത് ചോദിച്ചാലും അറിയാം പുസ്തകത്തെ കുറിച്ച്. ക്രിക്കറ്റ് എടുക്കാം. ക്രിക്കറ്റ്. യു ആർ കോൺഫിഡന്റ് ഇൻ ക്രിക്കറ്റ്? ക്രിക്കറ്റ് എന്ന കാറ്റഗറിയിലെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഏകദിന മത്സരം, ടെസ്റ്റ്. ചോദ്യം: S. ശ്രീശാന്ത് ആദ്യം കളിച്ച മത്സരം. ആൻസർ ഓപ്ഷൻസ് വീണ്ടും: ഏകദിന മത്സരം, ടെസ്റ്റ്. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ 2 ലക്ഷം വെച്ചിരിക്കുന്നു. സമയം ഇനിയുണ്ട്. 50 seconds remaining. തോബി വളരെ കോൺഫിഡന്റ് ആണ്. മത്സരമാണ് എന്നാണ് എൻ്റെ അറിവ്. 7ാമത്തെ ചോദ്യത്തിൽ ഇത്രയും ഈസി ക്വസ്റ്റ്യൻ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, ഇത് അത്രയും കോൺഫിഡന്റ് ആണോ? Let me stop the timer. Yes. ലാസ്റ്റ് ചോദ്യമായതുകൊണ്ട് ഞാൻ 60 സെക്കൻഡ്സും അനുവദിക്കുകയാണ്. 10, 9,
കോൺഫിഡന്റ് ആണല്ലോ. എൻ്റെ അറിവ് ഞാൻ ഏകദേശം ഏകദിന മത്സരത്തിൽ തന്നെയാണെന്നാണ് സ്റ്റാർട്ടിങ്. എസ് ശ്രീശാന്ത് ആദ്യം കളിച്ച മത്സരം ലാസ്റ്റ് ചോദ്യമാണ്. ഏകദിന മത്സരം which is ODI 2 ലക്ഷം വെച്ചിരിക്കുന്നു. ടെസ്റ്റിൽ ഒന്നും വെച്ചിട്ടില്ല. ടോബി ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഉണ്ട്, കളിക്കാറുണ്ട്. കളിക്കാറുണ്ട്. ലുക്ക് ലൈക്ക് എ സ്പോർട്സ്മാൻ. സ്റ്റെപ്പ് അപ്പ്. ഏകദിന മത്സരം എന്ന ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം വെച്ചിരിക്കുകയാണ്. ഈ 2 ലക്ഷം രൂപ കിട്ടണമെന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും നിങ്ങളുടെ എല്ലാ റിലേറ്റീവ്സും എന്തായാലും കാണുന്നുണ്ടാവില്ലേ? അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഏകദിന മത്സരത്തിൽ 2 ലക്ഷം രൂപ, ടെസ്റ്റിൽ ഒന്നും വെച്ചിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം. നമ്മുടെ സൂര്യ TV നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു സമ്മാനം തരുന്നുണ്ട്. പ്ലീസ് കം ഫോർവേഡ്. ഇറ്റ്സ് ദിസ്. ഈ ഒരു ബണ്ടിലാണ്, 1 ലക്ഷത്തിന്റെ ബണ്ടിലാണ്. ഇത് ഞാൻ ടെസ്റ്റിന് മുകളിൽ വെക്കുന്നു. താങ്ക് യു. സമാധാനം പകുതിയായി. സമാധാനം പകുതിയായോ? 50-50 ആയില്ലേ? ഇത്രയും നന്നായി മത്സരിച്ച് 7ാമത്തെ ചോദ്യം വരെ എത്തി. തെറ്റായ ഉത്തരത്തിൽ ആ റിമൈനിങ് ക്യാഷ് വെക്കുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ 1 ലക്ഷം രൂപ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ലക്ഷാധിപതിയായിട്ടെങ്കിലും നിങ്ങൾ പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം. പക്ഷെ ഇതിന്റെ ഹാഫ് ആണെന്ന് മാത്രം. അത് ഇല്ല. അപ്പൊ നമ്മള് ടോമിന്റെ ആൻസർ ആയത് പോയാ 1 ലക്ഷം എടുത്ത് ഞാൻ ഇതിലെ ഓടും. ടോമിക്ക് ഒന്നും കൊടുക്കുന്നില്ല അല്ലെ? വണ്ടിക്കൂലി പോലും ഇല്ല. വണ്ടിക്കൂലി പോലും ഇല്ല. ഓൾറൈറ്റ്. ഏകദിന മത്സരം 2 ലക്ഷം, ടെസ്റ്റ് 1 ലക്ഷം. ചോദ്യം വീണ്ടും എസ് ശ്രീശാന്ത് ആദ്യം കളിച്ച മത്സരം ടോപ്പ് ഓർ ഡ്രോപ്പ്? യെസ്. Very good. Congrats, Toby. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് പറ്റി. We are happy. 2005 ശ്രീശാന്ത് കാരണം ODI ഡെബ്യൂ. ഏകദിനത്തിൽ ടെസ്റ്റിൽ കളിക്കണമെങ്കിൽ ഏകദിന മത്സരം കളിച്ചതിന് ശേഷമേ ടെസ്റ്റിൽ കളിക്കാവൂ എന്നൊരു ഓർമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഏകദിനം എന്ന് കറക്റ്റ്. And നമ്മുടെ prize money is sponsored by Dhatri. 2 lakhs. Come on, this is yours. ഈ prize money is sponsored by Dhatri. ജിനും ടോബിയും 2 lakhs ഇവിടുന്ന് കൊണ്ടുപോവാണ്. Are you feeling happy? Yes, Very happy. All right. We also have Vivel, the gift hamper. Thank you. ഇപ്പോൾ കാശുണ്ട്. So Happy അല്ലേ? ഹാപ്പിയാണ്. 98 ലക്ഷം നഷ്ടപ്പെട്ടിട്ടും ഈ 2 ലക്ഷവുമായി 3ാമത്തെ ചോദ്യം മുതൽ 7ാമത്തെ ചോദ്യം വരെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ജിനുവും ടോബിയും കടന്നു വന്നത്. ഇത്രയും ചെറിയൊരു ഐക്യവേ ശരിക്കും ഈ ഗെയിം ഷോ കളിക്കാൻ ആവശ്യമുള്ളൂ. എല്ലാവരും ഇവിടുന്ന് 1 കോടി രൂപ തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. സോ അടുത്ത മത്സരാർത്ഥികൾ ആരാണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് വീണ്ടും SMS ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ തെങ്ങ്, ഓപ്ഷൻ ബി ഈട്ടി, ഓപ്ഷൻ സി കവുങ്ങ്, ഓപ്ഷൻ ഡി പന. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഓപ്ഷൻസ് വീണ്ടും, ഓപ്ഷൻ എ തെങ്ങ്, ഓപ്ഷൻ ബി ഈട്ടി, ഓപ്ഷൻ സി കവുങ്ങ് ആൻഡ് ഓപ്ഷൻ ഡി പന.
SMS അയക്കേണ്ട ഫോർമാറ്റ് വീണ്ടും AYR സ്പേസ് ഓപ്ഷൻ A or B or C or D സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ, ഓർമ്മയില്ലല്ലോ, 12 മണി വരെ ആണ് നിങ്ങൾക്ക് SMS അയക്കാനുള്ള സമയം. വിജയികൾ ആരാണെന്നറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഇതാണ് www.sunnetwork.in/1crore. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. സോ പ്ലീസ് സെൻഡ് ഇൻ യുവർ SMS സൂൺ. നിങ്ങൾക്കും കയ്യിലൊരു കോടിയിൽ ഒരു ഭാഗമാവാം. നമ്മുടെ എല്ലാ എപ്പിസോഡുകളും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായ ഉത്തരങ്ങൾ നൽകുക. അടുത്ത മത്സരാർത്ഥികൾ ഇന്നിനി വിളിക്കാൻ സമയമില്ല. നമുക്ക് വീണ്ടും കാത്തിരിക്കുക അടുത്ത എപ്പിസോഡ് വരെ. Until then, this is Mamta saying goodbye from Vivel. കയ്യിൽ ഒരു കോടി. Are you ready?